ഹായ്, ഇന്നിവിടെ അവലുണ്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അവലുണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള അവിൽ ഞാൻ എടുത്തിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ചൂടാക്കി എടുക്കുക. കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ചൂടാക്കി എടുക്കണം. ഇത് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കുക. ശർക്കര നല്ലോണം അലിയിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച അവലെടുത്ത് നല്ലോണം കൈ കൊണ്ട് പൊടിച്ച് നോക്കുക. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ പൊടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. തരിതരിയുള്ള പൊടിയായിട്ടാണ് എടുക്കുന്നത്, എന്നാലേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫൈനായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്നിട്ട് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അരമുറി തേങ്ങ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ലോണം വറുത്തെടുക്കണം. ചൂടാക്കിയാൽ പോരാ, വറുത്തെടുക്കണം. എന്നാലാണ് അത് 3-4 ദിവസം ഇരിക്കേണ്ടതാണ്, കേടുവരാതിരിക്കുള്ളൂ. അപ്പോൾ നല്ലോണം വറുത്തെടുക്കുന്നുണ്ട്. കളറ് മാറുന്ന വരെ വറുത്തെടുക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെ കൂടെ ഞാൻ ഏലക്കായ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയാണ്. 4 ഏലക്കായ എടുത്ത് അതും കൂടിയിട്ടാണ് പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ അത് നമുക്ക് ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ആദ്യം കുറച്ച് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഏലക്കായ പൊടിച്ചതുകൊണ്ട് അതും മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം കയ്യിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂട് ആറുന്നതിന് മുമ്പേ തന്നെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ബോളുകളാക്കി എടുത്ത് മാറ്റുക. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ഈ അവൽ പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പൊടിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ബോൾ പോലെ എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.